ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു യാത്ര പോവാണ്. ഞാൻ, നീതു, പിന്നെ ഞങ്ങളുടെ ചക്കി. എവിടേക്കെന്നല്ലേ, ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ ലൈഫിലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലല്ല, ഒരു വലിയൊരു കാലഘട്ടം ചിലവഴിച്ച കോയമ്പത്തൂർ ജില്ലയിലെ സുലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഒരു 6 വർഷം ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ 2014 ഞങ്ങൾ പോകുന്നത്. ഇപ്പം 10 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോവാണ്. പോലെ ഒന്ന് കേറുവോ? പുറത്തേക്ക് ഇടാ, അടയ്ക്കണ്ടേ, ഗേറ്റ് അടയ്ക്കണ്ടേ? പോയിട്ട് വരാം, ടാറ്റ ബൈ ബൈ. പുതിയ വ്ളോഗിങ് ചാനലാണ്. അങ്ങനെ നമ്മൾ പരപ്പനങ്ങാടി എന്ന ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരപ്പനങ്ങാടി സിറ്റിയാ ഇത്? ഇത് ഗ്രാമം നല്ല അടിപൊളി. അങ്ങനെ ഇതാണ് പരപ്പനങ്ങാടി സിറ്റി. ഇതെന്താ സിറ്റിയിലേക്ക് സിറ്റിയിലേക്ക് വരുന്ന ഗൈസ്, 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചപ്പോൾ ഒരു ബോട്ട് വെള്ളം കിട്ടി. 20 രൂപ ബോട്ട് വെള്ളം. ഇതാണ് ഞങ്ങളുടെ സാരഥി. ഓ, കൂളിംഗ് ഗ്ലാസ് വയ്യ, നോക്കട്ടെ. സൂപ്പർ. വേണ്ട വേണ്ട, നേരെ നോക്കി വിളിച്ചോ. കവിതകൾ കുറിക്കുകയാണ് അവൾ. ചക്കി, എന്താ പരിപാടി? എന്താക്ക? ചുമ തുടങ്ങി. ചക്കീന്റെ ബണ്ണീനെ കാണിക്കും. Where is your ബണ്ണി? ഇതാണ് ബണ്ണി. ഞാനേ എന്റെ പുതിയ ബുക്കിന്റെ വീഡിയോ ഇൻസ്റ്റാ റീൽ എടുക്കാൻ വേണ്ടിട്ട് റീലെടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. മലേന്റെ പച്ചപ്പിലൊക്കെ വെച്ച് എടുക്കാന്ന് വിചാരിച്ചു. ഇതും കൂട്ടി എത്രാമത്തെ സാധനം മറന്നത്? ആദ്യം കന്നഡ മറന്നു, പിന്നെ വേറെ അപ്പൊ നമ്മള് വളാഞ്ചേരിയിൽ പോസ്റ്റ് ആയി നിൽക്കുകയാണ്. നമ്മുടെ കൂടെ ഒരു പോസ്റ്റ് ആക്കിയ തെണ്ടിയെ ഞാൻ കാണിച്ചു തരാം. അവന്റെ എൻട്രി ഞാൻ എടുക്കുന്നുണ്ട്. ആളൊരു പോസ്റ്റ്മാൻ ആണ്, ജോലിയും പോസ്റ്റ്മാൻ ആണ്. ആളെ പോസ്റ്റ് ആക്കണ ഒരു പോസ്റ്റ്മാൻ ആണ്. ഇങ്ങോട്ട് വാ, ഇതാണ് അവതാരം, ഞങ്ങള് പറഞ്ഞ അവതാരം. ഇവനെ ഒന്ന് സൂക്ഷിച്ചു വെച്ചോ. ഇവനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിന് മാത്രമുള്ള മുതലാണത്. ഹായ് വേണം, ഇവിടെ ഹായ്. കിട്ടിയില്ല. എടാ, നമ്മുടെ സുലൂര് മൊത്തം മാറി. വീടിന്റെ ലൊക്കേഷൻ തരാൻ പറയാം. അത് വേണ്ട, നമുക്ക് കണ്ടുപിടിച്ചു പോവാം. അതല്ലേ രസം. ബസ് സ്റ്റോപ്പ് ഒക്കെ എവിടെ? ജംഗ്ഷൻ ഒന്നും കാണാനില്ല. ജംഗ്ഷൻ വന്നത് നമ്മുടെ ജംഗ്ഷൻ എത്തി. ഇതേ കുമരൻ ഹോസ്റ്റൽ, നമ്മുടെ സ്വന്തം കുമരൻ ഹോസ്റ്റൽ. അയ്യോ, നമ്മുടെ ചന്ദ്രന്റെ ചായക്കട. ചന്ദ്രന്റെ ചായ തുറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നിർത്തും. നമ്മുടെ കോളേജ് മെഡിക്കൽ കോളേജ്. അവരില്ലേ? വന്നോളൂ, സ്വന്തം വീട്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം മിസ് ചേച്ചി. ആള് ആയ ഡോക്ടറാണ്, കവിയത്രിയാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കോഴി മിസ്. എവിടെ കോഴി മിസ്സേ? കോളേജിന്റെ പേര് മാറും, കോഴി മിസ്. ആണോ? കോഴി മിസ്സിന്റെ സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ കോഴി മിസ് അടുത്ത വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കി കൊണ്ടിട്ടുണ്ട്. എന്താണ് ഇത്? ചായ എങ്ങനെ ഉണ്ടാകുന്ന
നോക്കട്ടെ എനിക്ക് കാണിച്ചു തരോ ഇതെന്താ ഹാപ്പി ബർത്ത്ഡേ പ്രാർത്ഥന രാഹുൽ ചപ്പാത്തി മുട്ടക്കറി ചപ്പാത്തി മുട്ടക്കറി ഒഴിക്കുന്ന മേലെ പിന്നെ ഫ്രൈഡ് റൈസ് പിന്നെ ഇത് 777 ചിക്കൻ അതെന്താ നിങ്ങൾക്കറിയില്ല ചിക്കൻ പിന്നെ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഒരു ബിരിയാണി നമ്മൾ കൊണ്ടുവന്നല്ലേ ഇതെടുത്ത് പറയണം ഇത് നമ്മൾ കൊണ്ടുവന്നത് മറ്റേ സ്വിഗ്ഗി കേരള മറ്റേ സ്വിഗ്ഗി ഇത് സ്വിഗ്ഗി ഇത് ചേച്ചിയുടെ വീട്ടിൽ ഈ വീട്ടിൽ ഒന്നും കിട്ടിയില്ല വീട്ടിൽ മാത്രം എന്തെങ്കിലും പച്ചവെള്ളം തരുമോ രാത്രി ഒരു 7 മണി 7:30 ആയപ്പം സുലുലെത്തി. രാത്രി ഫുഡൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. കോഴിയുടെ വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ ഇപ്പോൾ ഡേ 2 രാവിലെ എഴുന്നേറ്റു. നമുക്കൊരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. ഇന്നലെ രാത്രി ഞങ്ങൾ കളിയാക്കിയതുകൊണ്ട് കോഴി ആൻറ്റി രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ഇഡ്ഡലി, പിന്നെന്താ ഉള്ളത്, സാമ്പാർ, അതൊന്നുമില്ലേ, ചട്നി എവിടെ? ചട്നി ആവുന്നുള്ളൂ. ചട്നി ആവുന്നത് മാവല്ല, 6 വെക്ക്, ഇഡ്ഡലി വെക്കൂ. ആ അടയ്ക്കൂ, നീ ഓടിക്കോ. ഇതാണ് ഞങ്ങളുടെ മനുമാമൻ. മനുമാമനെ പറ്റി ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. മനുമാമനെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ഫുൾ വീഡിയോ എടുക്കാൻ മാത്രമുള്ള കോണ്ടന്റ് ഉണ്ട്. വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് വേസ്റ്റ് വരുന്നു. ചേച്ചി എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന തൈര് സാദം, താങ്ക് യു. എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം വീട്ടിൽ നിന്നായത് കാരണം നിങ്ങൾ ഡിന്നർ കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതാണ് RHR പ്യൂർ വെജ് ഹോട്ടലിലേക്കാണ് പോകുന്നത്. പാവ കോഴി വിശന്ന് ഉറക്കം വരുന്നു. ഭക്ഷണം കിട്ടാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. അങ്ങനെ ഞങ്ങൾ 2 ദിവസത്തെ കോയമ്പത്തൂർ ട്രിപ്പ് മൊത്തം അടിച്ചു പൊളിച്ചതാണ്. ഞങ്ങൾ പുറത്ത് ഡിന്നറൊക്കെ കഴിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടെ കട്ടൻ അടിച്ചോണ്ടിരിക്കുകയാണ്. ചേച്ചി താങ്ക് യു സോ മച്ച്. ഉച്ചയ്ക്കത്തെ തൈര് സാദം, രാത്രിത്തെ കട്ടൻ, എല്ലാത്തിനും നന്ദി. എങ്ങോട്ടാണ് വലിഞ്ഞു കയറുന്നത്? തലോണി എടുത്തിട്ട് ഒരു ഗ്യാപ്പ് കിട്ടി അപ്പം ഒരു തലോണി ആയിട്ട്. ഇങ്ങനെ ഞങ്ങളുടെ 3ാമത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ഉഴുന്നുവട, ചട്ടിനി, പഴങ്കഞ്ഞി, ദുശ്ശേരിക്ക് സ്പെഷ്യൽ, പൊങ്കൽ, എൻ്റെ സ്വന്തം പൊങ്കൽ. ഇവിടെ പറയും മുൻപേ ഞങ്ങൾക്ക് കോഴിയമ്മായി ഐസ്ക്രീം തരാണ്. ഇതെന്താണ് ആനില? നക്ക് നക്ക്. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ യാത്രയാവുകയാണ്. രാവിലെ വീണ്ടും ചിന്തിക്കും വരയ്ക്കും വണക്കം. ഇത് വേണ്ട കോഴി. ടാറ്റ ബൈ ബൈ. അപ്പോൾ തൈര് സാധനത്തിനും പൊങ്കലിനും യഥാർത്ഥത്തിൽ പഞ്ചോറിനും എല്ലാത്തിനും താങ്ക്സ്. ടാറ്റ. കോഴി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തരണേ. എല്ലാവരും കൂടി സെൽഫി എടുക്കാം. റെഡി? നോക്കണേ. അങ്ങനെ ഞങ്ങളുടെ കോയമ്പത്തൂർ യാത്രയുടെ വിശേഷങ്ങളോട് അവസാനിക്കുകയാണ്. പക്ഷേ യാത്രകൾ അവസാനിക്കുന്നില്ല. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.